നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് ഓരോ ഗിയറിലും എങ്ങനെയാണ് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത്, എങ്ങനെയാണ് ഗിയർ ഇടുമ്പോൾ ക്ലച്ച് ചവിട്ടേണ്ടതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ തുടക്കക്കാരൊക്കെയാണ്, വാഹനം ഓടിക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഞാനിത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അറിയാവുന്നവരാരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. കാരണം അറിയാവുന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ക്ലച്ച് എങ്ങനെയാണ് കാലെടുക്കേണ്ടതും, എങ്ങനെയൊക്കെയാണ് ഗിയർ ഇടേണ്ടതും, എപ്പോഴാണ് ഗിയർ ഇടേണ്ടത്, ക്ലച്ച് ഔട്ടും എങ്ങനെയാണ് ക്ലച്ച് ഔട്ടേണ്ടതൊക്കെ അവർക്കറിയാം. പക്ഷെ അറിയാൻ മേലാത്തവർക്ക് ഇതൊക്കെ പ്രയാസമാണ്. കാരണം പലപ്പോഴും ട്രാഫിക് ബ്ലോക്കിലാണെങ്കിലും, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു വണ്ടി നിർത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ, അതുപോലെ തന്നെ വണ്ടി സ്ലോ ആകുന്നതനുസരിച്ച് ഗിയർ മാറിയിട്ട് ക്ലച്ചിന്റെ കാലെടുക്കുന്നതിനെ പറ്റിയൊക്കെ അവർക്ക് ഒരു ധാരണയില്ല. പേടിയാണ്. കാരണം വണ്ടി ഓഫായി പോകുന്നുള്ള പേടിയൊക്കെ. കാരണം അവർക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പലരും വന്ന് കമന്റ് ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുകൊണ്ട് നിങ്ങൾ പകുതി കണ്ടേച്ച് പോകരുത്. നിങ്ങൾക്കിത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം നമ്മുടെ ചുറ്റിനും നമുക്ക് അറിയാവുന്ന പലരും ഉണ്ട്. ലൈസൻസ് ഉണ്ട് 10-15 വർഷമായിട്ട്. പക്ഷെ സ്വന്തം വണ്ടി വീട്ടിലുണ്ട്. സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറില്ല. പക്ഷെ ചോദിച്ചാൽ പറയും പഠിച്ചാന്ന് പറയും. സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറാത്ത ആളെന്താ പഠിച്ചത്? അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് പോലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അതായത് നമ്മൾ എപ്പോഴും ഒരു വാഹനം, നിൽക്കുന്ന ഒരു വാഹനം, നമ്മുടെ കാർ പോർച്ചിലാണെങ്കിലും വീടിന്റെ മുറ്റത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വണ്ടി, ചലനമില്ലാത്ത ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യരുത്, പെട്ടെന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ പോകരുത്. ഞാൻ എല്ലാ വീഡിയോയിലും നേരത്തെ പറയുന്നത് പോലെ പേപ്പറിന്റെ കനം ഉണ്ടല്ലോ, അതനുസരിച്ച് വേണം എന്ത് ചെയ്യാം, നിങ്ങൾ ക്ലച്ചിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ പതിയെ 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 താഴേ നീങ്ങിക്കൊണ്ടിരിക്കും ക്ലച്ചാണ്. ഈ നിങ്ങളെല്ലാം പഠിച്ചു വരുന്ന ഹാഫ് ക്ലച്ച് എന്നാ, ഈ ഹാഫ് ക്ലച്ച് എന്നല്ല ഈ പറയേണ്ടത്, ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെപ്പറ്റിയുള്ള ഞാൻ വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കയറി കാണുമ്പോൾ എങ്ങനെയാണ് ഹാഫ് ക്ലച്ച് മനസ്സിലാക്കുക, ബൈറ്റിംഗ് പോയിന്റ് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ്, അതിനെപ്പറ്റിയൊക്കെ ഈ ഡ്രൈവിംഗ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തി ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാകും. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, നിങ്ങളെല്ലാം എന്ത് ചെയ്യും, ഈ ബൈറ്റിംഗ് പോയിന്റ് വരുന്ന നിങ്ങൾ പതിയെ പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഈ ബൈറ്റിംഗ് പോയിന്റ് ആകുമ്പോഴാണ് വണ്ടി ബാക്കിലോട്ടും ഇല്ല മുമ്പോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, സ്വല്പം ഒന്ന് വണ്ടി അനങ്ങുന്ന, മുമ്പോട്ടൊന്ന് അനങ്ങുന്നതാണ് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് എടുക്കും. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ചങ്ങ് ഓഫായി പോകും. അപ്പൊ അതുവരെ നമുക്ക് പെട്ടെന്ന് വേണം എടുക്കാം. അതായത് ആ ബൈറ്റിംഗ് പോയിന്റ് വരുന്നിടം വരെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. കാരണം അവിടെ എല്ലാം പ്ലേ ആണ്, ക്ലച്ച് ആയിട്ടില്ല. ആ പ്ലേ നിൽക്കുമ്പോൾ നമുക്ക് എടുക്കാം. കാരണം അവിടുന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ബാക്കിലോട്ടും ഇല്ല ഫ്രണ്ടിലോട്ടും ഇല്ലാത്ത നിൽക്കുന്ന സമയത്താണ് ആ ബൈറ്റിംഗ് പോയിന്റിലാകുന്നത്. അവിടെ മുതൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മുകളിലോട്ട് പകുതി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾ മുകളിൽ വരും. നമ്മൾ സ്വല്പമെങ്കിലും ക്ലച്ചിൽ കാലുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ സ്വല്പം അങ്ങോട്ട് എടുത്ത് വണ്ടി മൂവ് ആയെങ്കിലും നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ക്ലച്ചിന്റെ മുകളിൽ വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ക്ലച്ച് മുഴുവനും ഇട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടാൻ തുടങ്ങുന്നത്. അന്നേരമാണ് നമ്മൾ ആശ്രയിട്ട് ഓടി സ്പീഡാക്കുന്നത്. അപ്പൊ ക്ലച്ച് നമ്മുടെ സ്വല്പമെങ്കിലും കാലുണ്ടോ, ആ ക്ലച്ച് സ്വല്പമെങ്കിലും കാലുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എടുത്തോണ്ട് എന്ത് ചെയ്യരുത്, ഓടരുത്. ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നതിന് ശേഷം മുകളിൽ വരുന്ന നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സമയം എടുക്കുന്നോ അത്രത്തോളം വണ്ടിക്ക് നല്ലതായിരിക്കും. സ്മൂത്ത് ആയിട്ട് വണ്ടി ഓഫ് ആകാതെ, ജെർക്കിങ് കൂടാതെ നമുക്കൊരു വണ്ടി എവിടെ നിന്ന് എടുക്കാനും കഴിയുന്നതാണ്. അപ്പൊ ആ പതിയെ വേണം, പേപ്പറിന്റെ കണത്തിന് വേണം എന്ത് ചെയ്യാൻ, മുകളിലോട്ട് എടുക്കാൻ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുത്തിട്ടുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാ ട്രിക്കും ടിപ്സും വീഡിയോ എന്ന് പറഞ്ഞാൽ പോലെ ഞങ്ങൾ വണ്ടി ഓടിക്കില്ലെന്ന്. കാരണം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയുടെ പറയാത്തത്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. ഇപ്പം വീഡിയോ കാണുന്ന ഒരു 70% ആൾക്കാരും എൻ്റെ കൂടെ ക്ലാസ് എടുത്തവരും കാണും. അപ്പൊ അവരോട് തന്നെ ചോദിച്ചാൽ അറിയാം. അവരെന്നോട്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പറയും ഇന്നതാ മിസ്റ്റേക്ക് ഇത്. ഞാൻ അവരെ വണ്ടി കയറ്റി ഇരുത്തി കഴിയുമ്പോൾ ഞാൻ ഓടിപ്പിക്കുന്നതിന് മുമ്പ് പറയും നിങ്ങളുടെ മിസ്റ്റേക്ക് ഇതല്ല,
എന്ന് പറഞ്ഞ് ഞാൻ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. ഞാനത് തെളിയിച്ചിട്ടേ പോകത്തുള്ളൂ, ഇതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, അത് ഞാൻ തെളിയിച്ചിട്ടേ പോകുന്നുള്ളത് പറഞ്ഞ് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് അവിടെ തെളിവെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർ പറയുന്നത് ശരിയാണല്ലോ, ആ ട്രിക്കും ടിപ്സും പറയുമായിരുന്നത് എനിക്ക് പറ്റത്തില്ല, ഞാനും വിചാരിച്ചതാ ആ ട്രിക്കും ടിപ്സും എനിക്ക് പറയുമായിരുന്നത് എനിക്ക് ഓടിക്കാൻ കഴിയുമെന്ന് ഞാനും വിചാരിച്ചതായിരുന്നു അവരും സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രിക്കും ടിപ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് വേറെ ആണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ 1-2 പേരുടെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ആ വണ്ടി എടുക്കുന്ന സമയത്ത്, കാരണം ഈ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ചിന് താഴെ വെച്ചിട്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. എന്നിട്ട് മുകളിലോട്ട് വരുന്നതോറും ഒരു ബൈറ്റിംഗ് പോയിന്റ് ആകുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു സ്ഥിതിയിലാകും. അപ്പൊ നിങ്ങൾ പിന്നെ ആ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം എടുത്തത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് ആ ക്ലച്ചിന് കാലെടുത്ത് സംഭവിക്കും. നമ്മളിപ്പോ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉരുണ്ടോണ്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ആ റോഡ് പ്രതലം നിരപ്പ് തന്നെ ആണെന്നില്ല, ചിലപ്പോൾ ഒരു സ്ലോപ്പിലോട്ടായിരിക്കും നിങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ ബൈറ്റിംഗ് പോയിന്റിലോട്ട് ആകുമ്പോൾ വണ്ടിയുടെ ക്ലച്ചിൽ തന്നെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി സ്ലോ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പതിയെ എടുക്കുമ്പോൾ സ്ലോ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ പെട്ടെന്ന് സ്ലോ കണ്ടോണ്ട് ചെയ്യും, പെട്ടെന്ന് എടുക്കും. അങ്ങനെ എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫായി പോകും. അപ്പൊ നമ്മൾ ഗിയർ വീണിട്ടുണ്ടോ, സെക്കൻഡ് ഗിയറിൽ കാലെടുക്കണമെന്ന് വെച്ചാൽ ഗിയർ വീണതിന് ശേഷം നിങ്ങൾ 2 പേപ്പറിന്റെ കാലത്ത് നിങ്ങൾ പതിയെ വെച്ചോണ്ടിരിക്കരുത്. ഈ വെച്ചോണ്ടിരിക്കാതെ നമ്മൾ ഗിയർ വീണിട്ടുണ്ടോ പതിയെ 2 പേപ്പറിന്റെ കാലത്തിന് മുകളിൽ ഒരേ ലെവലിൽ പോന്നാലേ എന്ത് ചെയ്തോളൂ, ആ വണ്ടി റണ്ണിങ്ങിനനുസരിച്ച് കൃത്യമായിട്ട് എടുക്കാൻ കഴിയില്ല. ഈ പതിയെ എടുത്തോണ്ട് വരുന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബൈറ്റിംഗ് പോയിന്റ് ആകുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്നതും. അതുകൊണ്ട് തന്നെ ഓഫ് ആയില്ലെങ്കിൽ നിങ്ങൾ ഗിയർ മാറിയിട്ടുണ്ട്, ക്ലച്ചിന്റെ കാലെടുത്ത് ഞാൻ പതിയാണല്ലോ എടുത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിയെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി സ്ലോ ആയി പിന്നെ നിങ്ങൾ ആ വണ്ടി സ്ലോ ആകുന്നുണ്ട് പെട്ടെന്ന് കാലെടുക്കുന്നുണ്ടായിരിക്കും ആ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നത്. അപ്പൊ നിങ്ങൾ പതിയെ എടുക്കാതെ 2 പേപ്പറിന്റെ കണത്തിനായിരിക്കും എടുക്കാൻ. അതേപോലെയല്ല നമ്മൾ തേർഡ് ഗിയറിൽ എടുക്കുന്നത്. തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ ഇന്നലെ തേർഡ് ഗിയർ കൊടുക്കുന്നത് വണ്ടിക്ക് സ്പീഡ് ആയതുകൊണ്ടാണ് നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുന്നത്. ഈ തേർഡ് ഗിയർ ഇട്ടതിന് ശേഷം ഈ വണ്ടിയുടെ റണ്ണിങ് നമ്മൾ നോക്കണം, വണ്ടിയുടെ സ്പീഡ്. ആ സ്പീഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഗിയർ മുതൽ ക്ലച്ചിന്റെ കാലെടുക്കാം. സ്പീഡ് കൂടി വരുന്നതനുസരിച്ച് നമുക്ക് ക്ലച്ചിന്റെ കാലെടുക്കാം. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഗിയർ നമ്മൾ എടുക്കുമ്പോൾ പേപ്പർ കനത്തിനും സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ 2 പേപ്പറിന്റെ കനത്തിനും ആകണം. 3ാമത്തെ ഗിയർ എടുക്കുമ്പോൾ 1 പേപ്പറായി പോവുകയും ചെയ്യരുത്. വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ തേർഡ് ഗിയർ ഇട്ടിട്ട് ചിലപ്പം സ്ലോയിലായിരിക്കും, ചിലപ്പം നമ്മൾ നല്ല സ്പീഡ് ആക്കിയിട്ടായിരിക്കും തേർഡ് ഇടുന്നത്. അപ്പൊ ആ സ്പീഡ് ആക്കിയിട്ട് തേർഡ് ഇടുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു വണ്ടി ഇറക്കമാക്കും, വീണ്ടും അതിന്റെ സ്പീഡ് കൂടും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്ലച്ചിന് കാലെടുക്കാം. എന്ന് പറഞ്ഞതിൽ ചിലപ്പോൾ നമ്മൾ സ്ലോയിൽ ഒരു മീഡിയം പരുവത്തിനാണ് നമ്മൾ തേർഡ് ഗിയർ ഇടുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പം ഒരു ചെറിയ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ക്ലച്ചിന് കാലെടുക്കാം. അപ്പൊ ആ ഒരു വണ്ടിയുടെ റണ്ണിങ്ങിനനുസരിച്ച് വേണം എന്ത് ചെയ്യാം, മുൻപിലോട്ടുള്ള ഓരോ ഗിയറിലും നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടി. കൃത്യമായിട്ട് നമ്മൾ ഗിയർ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമേ ക്ലച്ച് ചവിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേഗത്തിൽ വേണം ചെയ്യാൻ ക്ലച്ച് ചവിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഒരു വീഡിയോ കാണാൻ 90% ആൾക്കാരും എന്ത് ചെയ്യും, ക്ലച്ച് ചവിട്ടാൻ താമസിക്കും, എടുക്കാനാണ് എളുപ്പം, അവർക്ക് ചവിട്ടാൻ താമസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വേണ്ട, നമുക്ക് ഗിയർ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്, ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഗിയർ നിങ്ങളെ കൈ തൊടാവും. കാരണം ഗിയറിലേക്ക് ആദ്യം കൈ തൊടുന്നുണ്ടാണ് നിങ്ങളുടെ ക്ലച്ച് നമ്മൾ അമരാത്തത്. അപ്പൊ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം ഗിയറിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ഗിയർ ആണെന്നുള്ള ആ ഒരു ഓർമ്മയും നമുക്കുണ്ടാകും, കൃത്യമായിട്ട് ഗിയർ ഇടാനും കഴിയുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞത് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ട്, അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. എന്ത് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ ചോദിക്കാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.